ആ എഴുന്നേറ്റാ. എന്തൊരു ഉറക്കമായിരുന്നടാ. വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. നിന്റെ കാര്യം ഇവിടെ എല്ലാരും സംസാരിക്കണേ. എന്ത് കാര്യം? കല്യാണ കാര്യം. അല്ലാതെ എന്ത് ഡാ. മറിയം, ആരായി നിത്യ? നീ എന്തിനാ ഈ സാധനങ്ങൾ എടുത്ത് നോക്കുന്നേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒരാളുടെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കണ്ടേ? മൈക്കുട്ടി, മൈക്കുട്ടി വന്നേ. എനിക്ക് മൈക്കുട്ടിയുടെയൊക്കെ പ്രായമുള്ളപ്പോഴേ സ്കൂളിൽ വെച്ചൊരു ദിവസം ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഓടുവാണ്. അപ്പം സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പുറത്തെ ക്ലാസ്സിലെ പുതിയ കുട്ടീനെ വിളിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ വേഗം പോയി ആ കുട്ടീനെ വിളിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആ കുട്ടി എന്നെ നോക്കി ബ്യൂട്ടിഫുള്ളായിട്ട് ചിരിച്ചു. അവളുടെ പേരാണ് നിത്യ. എന്നോട് കുറേ കഥകൾ പറഞ്ഞു. നിത്യ ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടതും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കുറേ വർഷങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നതും ഒക്കെ പറഞ്ഞു. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം കാണാതായി. ഇതാണോ അതിന്റെ ട്രെയിനിങ്? നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ എങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനോ ലളിതയും ഉണ്ടായിരുന്ന സമയത്താണ് ജിമ്മി ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നോണ്ടിരിക്കല്ലോ, അത് അത്രേ കാണേണ്ടുള്ളൂ. ഈ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. നിനക്കൂടെ കെട്ടണോ? എടാ നിന്നോട് ചോദിച്ചേ, നിനക്കൂടെ കെട്ടണോന്ന്? ഇങ്ങോട്ട് അവർക്ക് സമ്മതാണെന്നല്ലേ നിന്നോട് പറഞ്ഞു? അല്ല, ഇനി അവിടെ ചെന്നിട്ട് വെറുതെ പ്രശ്നം ആവരുത്. ഇല്ലിക്ക, എപ്പോൾ വേണമെങ്കിലും ചെന്നോളാനാ അവര് പറഞ്ഞേക്കണേ. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ ഒരു ഡേറ്റ് നോക്ക്, വേണമെങ്കിൽ ഞാനും വരാം. അത് മതി, അത് മതി. അതൊരു 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, നമുക്കിതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? വേഗം തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീ ഇന്നലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞതോ? എന്നാലും ഇങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കുന്നത് കല്യാണമല്ലേ, കച്ചവടമൊന്നുമല്ലോ. ഇവന്റെ കാര്യത്തിൽ ഒരുറപ്പും ഇല്ലാതെ എന്നെ വിളിക്കരുത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എക്സിനെ കണ്ടതാണ് പ്രശ്നം അല്ലേ? പ്രശ്നമൊന്നുമില്ല, കണ്ടു, പിന്നെ സംസാരിച്ചില്ല. അന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാൻ, പക്ഷെ എന്ത് സംസാരിക്കാണ്? ഐ മിസ് യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങ്. പോടോ, അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ ഒരു ഇളക്കം. ഇളക്കൊന്നുമില്ല. ഇന്നത്തെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്കിപ്പോ കുട്ടിയൊക്കെ. അപ്പൊ കറക്റ്റ് ടൈം അല്ലേ? താൻ ചെന്നിട്ട് ആ പയ്യനെ നോക്കി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി എന്നൊരു പഞ്ചിടലോ അടിച്ചിട്ടെങ്കിൽ വാ. എടോ, മനസ്സിൽ മിണ്ടണമെന്നുണ്ടെങ്കിലേ താൻ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ഒന്ന് കണ്ടോക്കല്ലേ? ധൈര്യമായിട്ട് പോകും. താൻ കൊള്ളാട്ടോ. താങ്ക് യു. അല്ല, ഇപ്പൊ പോണോ? അല്ല, ഇപ്പൊ ഞാൻ വേറെ ഷർട്ട് കിട്ടുമെന്ന് നോക്കാൻ പോവാ. എനിക്ക് വെള്ളം കുടിക്കണേ, മറക്കല്ലേ. കുടിച്ചോളാം. പിന്നെ മുങ്ങാനുള്ള പ്ലാൻ ആയിരുന്നോ? കാണാൻ തന്നെ വന്ന. എന്നിട്ട് അന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിന്നെ കണ്ടായിട്ട് ഡാർക്കും. നിനക്കൊരു മാറ്റമില്ലല്ലോ. ഒരു ചായ കുടിച്ചാലോ? കുടിക്കാം. എന്നാ വാ. നമ്മൾ സ്കൂളിൽ പോണ വഴിയിലൊരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? പീറ്ററിന്റെ കടയല്ലേ? നമ്മൾ കുറെ കാലം പോയി ചായ കുടിച്ചിട്ടുണ്ട് അവിടെ. ആ, അതന്നെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. ആണോ? ആ ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയത് അവിടെ. എന്നിട്ട് നിന്റെ ഉപ്പ് വന്നു, നീ എഴുന്നേറ്റ് ഓടി. ഇപ്പഴും വാപ്പനെ കാണുമ്പോ ഓടാറുണ്ടോ? ഇല്ല, ഇപ്പൊ വാപ്പായ ഓടാറ്. പീറ്ററിന്റെ മോളുടെ കല്യാണത്തിന് ഞാനും ബാബിച്ചും കൂടി പോയിണ്ടായിരുന്നു. ആണോ? നീ എന്താ ഇത്രയും കാലമായിട്ടും കേട്ടാഞ്ഞേ? പെണ്ണ് കിട്ടിയില്ലേ? കിട്ടിയില്ല. ഇപ്പൊ കോമ്പറ്റീഷൻസിനൊന്നും പോവാറില്ലേ? ഞാനോ? എനിക്ക് പണ്ടേ അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബാബിജിന്റെ ഇൻട്രസ്റ്റ് അല്ലേ. പിന്നെ അതിനുശേഷം എന്നെ ബാബിജി കടലെടുത്തില്ലേ. 5 കൊല്ലം മിക്കാക്കാട് കൂടെയായിരുന്നു. അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടേ. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാനത് വിട്ടു. വിട്ടോ? നിത്യയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അരുണ് ബിസിനസ്സാ. മുംബൈയിലും ബാംഗ്ലൂരൊക്കെ ഓഫീസുണ്ട്. ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുക. എന്താ പ്രശ്നം? എന്താ? നീ തന്നെ കാരണം. ഞാൻ ചുമ്മാ പറഞ്ഞ അതൊക്കെ തന്നെ അറിയോ പോലുമില്ല. വീട്ടുകാരെല്ലാരും കൂടി അറേഞ്ച് ചെയ്ത കല്യാണാ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് സെറ്റായില്ല. തുടക്കം തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. നീ സിംഗിൾ ആയിട്ട് സൂക്ഷിച്ച് നടക്കല്ലേ? പിന്നെ ഭയങ്കര സുഖല്ലേ. അന്ന് അനീതി ഒരു ഗരാജിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടല്ലോ. അത് നമ്മുടെ കോളേജിന്റെ അടുത്താ. സ്ഥലമൊക്കെ അവിടെ സെറ്റായി, പണി നടക്കുന്നു. നമ്മുടെ ശ്രീനാഥിന്റെ കൂടെ. ആര്? നമ്മുടെ കുട്ടി ശ്രീയാ? അവൻ എന്താ പറയണു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും പഴയ തള്ളൊക്കെ ഉണ്ടോ? പഴയ പോലെ ഇല്ല, ഇപ്പൊ കുറവാ. നല്ല പ്രോത്സാഹനം കിട്ടുന്നില്ലല്ലോ.
നീ അവന്റെ നമ്പർ ഒന്ന് തന്നെ നമുക്ക് കുറച്ച് പ്രോത്സാഹിപ്പിക്കാം. 9846. ഹലോ. ഹലോ, ശ്രീനാഥ് ശ്രീധരൻ. അതെ, ആരാണ്? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞോളൂ. ഒരു 2001, 2004 കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്വർണ്ണ പല്ല് കെട്ടിയ തത്ത അതിന് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നിത്യാണോ? നിത്യ മുരളീധരൻ. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അങ്ങനെ ഒരു ടോക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ? അങ്ങനെ അധികം കാണാറൊന്നുമില്ല. നമ്മുടെ അരുണിനെയും ഫിലിപ്പിനെയും ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ നമ്മുടെ മീര ഇടയ്ക്ക് ഫാമിലിയായിട്ട് ഷോറൂമിൽ വന്നിരുന്നു വണ്ടിയൊക്കെ നോക്കാനായിട്ട്. അപ്പൊ നീ ജിമ്മിനെ കാണാറില്ല? ജിമ്മിനെ കാണാറുണ്ട്. പിന്നെ ആ ഒരു വിഷയം ഇവിടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലേ ആ വിഷയം എന്താ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലാ. അത് നന്നായിട്ടാ, അങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നേ. ശരി, എന്ന് മസ്റ്റായിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് കാണണേ. കാണാം. മമ്മ വാ വിശക്കണു. ഈ അങ്കിളിനെ അറിയോ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചോ? ഹായ്, ഹായ്, ഐ ആം ധ്രുവി. ജിമ്മി. ധ്രുവി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. വാ പോവാ. നടന്നാലോ? ഇനി എന്നെ കാണുമ്പോ മുങ്ങാൻ നിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ ശ്രീനാഥനോട് മേടിച്ചാ മതിയോ എന്ത് നമ്പർ? അതെന്താ എന്നോട് ചോദിച്ചാ? നമ്പർ ഒന്ന് തരും. ഫോൺ ടെക്സ്റ്റ് ചെയ്യണേ. ഇനി ഇവിടെ നിന്നാലേ ഇവൻ എന്നെ തിന്നും. ശരി, ബൈ. എന്ത് പരിപാടിയാണ് കാണിച്ചത് മോനെ? അത് പോയ നന്നായി. ഇത് കൊള്ളാം. ഇത് തന്നെ നീ ജിമ്മിയോടും കൂടെ ഒന്ന് പറയണം. നല്ലൊരു ദിവസമായിട്ട് അവന്റെ വായന കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. യു ഗോട്ട് മൈ പോയിന്റ്. അവൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞു കാണില്ലല്ലേ? നമ്മളൊരു തീരുമാനമെടുത്ത് ഫിദയുടെ വീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ദേഷ്യം വരില്ലേ? ഇതാ അമ്മ. നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തു പോയിക്കായിരുന്നു. എന്നിട്ട് കാര്യം നടന്നു? നടന്നു. ദൈ പഠിത്തത്തിലാണോ? നിനക്കിപ്പോഴും ആ പഴയ പെങ്കൊച്ചോട്ട് ബന്ധമുണ്ടോ? ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളൂ, വെറുതെ ഒരു കാഷ്വൽ മീറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം. മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത്. വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു. അനുഭവം ഇവിടെ തന്നെ. ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത്? കല്യാണത്തിന്റെ കാര്യമല്ലേ, ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഓ, അല്ലാതെ അവളെ കൊണ്ടോട്ടല്ല. വാ തുറന്ന് ഉത്തരം പറയടാ. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ വേണ്ടി പോയതല്ല. എടാ, കുറച്ച് ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിൽ അത്ലറ്റ് ആയന നീ. എനിക്കൊന്നും ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളൂ. അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു. പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? അത്രയ്ക്ക് ഫുള്ളാണോ നീ? അതെ, ഞാൻ ഫൂളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫൂളാണ്. ഞാൻ പറഞ്ഞു ബാബുജി എനിക്ക് അത്ലറ്റ് ആവണമെന്ന്. എനിക്കെന്താ വേണ്ടതെന്ന്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഫിനിഷിംഗ് ലൈനിൽ കയ്യും വിരിച്ച് വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച ഫൂളാണ് ഞാൻ. ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്, എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട്. ആ എൻ്റെ ഇമോഷനും ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നവളാണ് അവള്, നിത്യ. എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയരുത്. ഞാൻ എന്ത് തകർത്തെന്നാ നീ പറയുന്നത്? അവനവൻ്റെ കുറ്റം മറ്റുള്ളവൻ്റെ തന്നെ കെട്ടിവെക്കരുത്. എനിക്ക് നിത്യനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. നിങ്ങളന്ന് വന്ന് തല്ലില്ലേ, അതിലെല്ലാം പോയി. വാപ്പയമ്മ ആകുമ്പോഴേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ മറുപടി പറയേണ്ടതേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നീ വാ തുറന്ന് ചോദിച്ചിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്യാതിരുന്നിട്ടുള്ള ഞാൻ? നീ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ചെലവിലാണ്.
നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ കാറ് വാങ്ങിച്ച് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും തുപ്പാൻ പോലും സ്ഥലമില്ല. ഈ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല, നീ എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തുളച്ചു എന്നല്ലേ? നാണമില്ലണം നിനക്കിതൊക്കെ പറയാൻ. വാപ്പച്ചി ചോദിച്ചപ്പോ അറിയാണ്ട് പറഞ്ഞു ഇതാ. ചിക്കാക്ക എങ്ങോട്ടാ? ഞാൻ ഗ്യാരേജിലേക്ക് അവിടെ നിന്ന് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇവിടെ ഇരുന്നും ചെയ്യാലോ. അതൊന്നും ശരിയാവില്ലെന്നേ. എന്താ ശരിയാവത്തെ? മയ്യ വാശി പിടിക്കല്ലേ. ഞാൻ ഒരു കാര്യമില്ല ഒന്നും പറയില്ലെന്ന് അറിഞ്ഞൂടെ? ചിക്കാക്ക ഇനി എപ്പോഴാ കാണാ? ഞാൻ എവിടെ പോനാ? മൈക്കുട്ടി വിളിച്ചാൽ ഞാൻ ഓടി വരില്ലേ? ഷോറൂമിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. ഏട്ടാ നീ എങ്ങോട്ടാ ഈ പോണേ? ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ലമ്മ. അത് വാപ്പച്ചി ദേഷ്യം വന്നപ്പോ പറഞ്ഞല്ലേ മോനെ. എന്ന് വെച്ചേ വാപ്പച്ചിക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്. മോനെ ചിക്കാക്ക ഇനി പോണോ? ചിക്കാക്ക് പോയാലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പെട്ടെന്ന് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറാൻ? അല്ല, കുറച്ചാളായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ സാഹചര്യം വന്നപ്പോ ഇതിവിടെ കൊണ്ടിട്ട് കാര്യം സലാവുവിനോട് പറഞ്ഞു? പറയണം. ഒരു കാര്യം ചെയ്യേ, ബാക്കി ക്യാഷ് കൊടുത്ത് ഈ സ്ഥലം തീർപ്പാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പം അത് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് അറിയാലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വിലയിട്ടിട്ട് ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കാം. സലാവിന് കൊടുത്ത 10 ഞാൻ തരാം. പിന്നെ കച്ചവടം ഞാനും സലാവും തമ്മിലായല്ലോ. ജിമ്മിയുടെ തൽക്കാലത്തെ പ്രശ്നവും തീരും. എന്തേ? അല്ല അല്ല അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്, അല്ലേ ജിമ്മി? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്കിൾ കൂടെ ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ജിമ്മി ആലോചിച്ച് പറയും. ആടാ പേടിക്കണ്ട, അച്ഛനോട് ഞാൻ ഒന്നോടെ സംസാരിച്ചു നോക്കാം. എപ്പോ ചെന്നിട്ട് എന്നാ പോ. വെള്ളം കുടിക്കേ. ഹലോ. ആ ഹലോ ജിമ്മി, താൻ വീടോട്ട് ഇറങ്ങി കേട്ടല്ലോ, എന്താ സംഭവം? ഞാൻ ഒരു അവസരം നോക്കിക്കുമായിരുന്നു, ഇപ്പോഴേ ചാൻസ് കിട്ടിയത്. എൻ്റെ അറിവിൽ അവർക്ക് കുറച്ച് സ്നേഹക്കൂടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. നമുക്കങ്ങനെ പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ചില വീട്ടിലുണ്ടാവില്ലേ? ഇപ്പൊ തൻ്റെ വീട്ടിലും കാണും. ഓക്കെ,
അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. താൻ നിത്യയെ കണ്ടിരുന്നോ? ആ സംസാരിച്ചു. അല്ല, നിങ്ങൾ കണ്ടതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എടോ, ഞാൻ തന്നോട് പറയാൻ വരികയായിരുന്നു. ജിമ്മി, ഞാൻ വിളിക്കാം, കുറച്ച് തിരക്കില്ല. ഈ വരുൺ ഇങ്ങനെ ഇതേ ആറ്റിറ്റ്യൂഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയാലേ ഈ അടുത്ത കാലത്തൊന്നും ഡൈവേഴ്സ് കിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ അബ്യൂസ് കേസ് ചാർജ് ചെയ്യണം. ആ വഴിക്ക് പോണമെന്നില്ല സാർ. എന്നാ പിന്നെ കേസ് നീണ്ടു പോവും. അയാൾ ഓരോ തവണയും കൗൺസിലിംഗ് സെഷനിൽ വന്ന് നല്ല പുള്ള കളിച്ചങ്ങ് പോവും. കേസ് അങ്ങനെ നീണ്ടുപോകും, ഡൈവേഴ്സ് ഒന്നും കിട്ടൂല. യു പ്ലീസ് ഹാവ് ഇറ്റ്. ഞാൻ എൻ്റെ സിൻസിയർ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ തിങ്ക് ഓവർ ആൻഡ് ടെൽ മീ. വി വിൽ ഡു അക്കോർഡിംഗ്ലി. ഓക്കെ? ഇത് എത്രാമത്തെ പ്രാവശ്യം കാണണേ? അവൻ ഉറങ്ങിയോ? ആ, എനിക്ക് നല്ല വിശപ്പ്. നല്ല മൂഡിലെല്ലാം തോന്നുന്നു. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇങ്ങനെ വിശക്കാനായിട്ട് ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് നിനക്ക് ഇരുന്നൂടായിരുന്നോ? പപ്പടല്ലേ അമ്മേ? അച്ഛനും അതെ മോളും അതെ, ഒരു കാര്യം പറഞ്ഞ് കേൾക്കൂല. മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസ് തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട.